ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. മാർസ് വ്ലോഗിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളൊന്ന് വന്നിരിക്കുന്നത് അറിയോ, ചായക്കുള്ള ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകണം. നമ്മുടെ 2-3 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. കുഞ്ഞാവ പഴം പുഴുങ്ങട്ടെ ചോദിച്ചപ്പോൾ പുഴുങ്ങണ്ട, എനിക്ക് നെയ്യിലിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. ഒന്ന് കഴിയില്ല, അല്ലെങ്കിൽ വഴന്ന് വരാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്നാക്സ് നമ്മൾ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. ദേ തിളച്ച് പോകുന്നു കുട്ടി, പാല് തിളച്ച് പോകുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇന്ന് ഞങ്ങൾ എവിടെയും പോയില്ലാടാ. കാരണം ഇന്നലെ ഞങ്ങൾ ജനനായകൻ കാണാൻ പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ജനനായകൻ കാണാൻ പോയതുകൊണ്ട് എവിടെയും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്ത് ചെയ്തു, കുറേ വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോകളൊക്കെ നിറയെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഒരാഴ്ച പണിക്ക് പോകുമ്പോൾ അതിന് മുന്നിലുള്ളതൊക്കെ എടുത്ത് വെക്കണ്ടേ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ 4 മണിയായപ്പോൾ ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായക്ക് അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കണം. പഴം എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമ്മൾ നെയ്യിലിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ 2-3 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഒരു ചെറുത്, ഇതൊക്കെ ചെറുതാട്ടാ. വലുതുണ്ടെങ്കിൽ ഒരു 2-3 മതിയാകും. ചെറുതാണെങ്കിൽ നമുക്ക് എണ്ണം കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഉള്ള പഴം എടുത്തിട്ട് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവ് അവിടെ കാത്തിരിക്കുന്നുണ്ട് റെഡി ആയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് റെഡിയാകും. ഒരു തേങ്ങ പൊതിക്കണം. ഞാൻ അപ്പോൾ തേങ്ങ പൊതിച്ചിട്ട് വരാം. തേങ്ങയില്ല, തേങ്ങയും കൂടി വേണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം എന്തൊക്കെ അറിയാം? തേങ്ങ, ഒരു അരമൂടി തേങ്ങ, മുഴുവനായിട്ട് വേണ്ടി വരില്ല, അരമൂടി തേങ്ങ. പിന്നെ നമുക്ക് പഴം, അത് വിട്ട നെയ്യ് വേണം, പഞ്ചസാര. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പഴമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ, ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചു. അടുത്ത് എന്താ വെച്ചിരിക്കുന്ന മേലെ? അപ്പൊ അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇത് ഫാൻ എന്ന് പറയുന്നു. അടുത്ത അപ്പൊ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നേരെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ പഴം എത്ര പഴമുണ്ടോ നമുക്ക് അതിനനുസരിച്ചുള്ള നെയ്യ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വാക്കണ്ട, എന്നാൽ ആവശ്യത്തിന് നമ്മൾ നെയ്യ് ഉപയോഗിക്കാം. അപ്പൊ അത് ചൂടായി കഴിയുമ്പോൾ നെയ്യിലേക്ക് നമ്മൾ ഇത് നേരെ അരിഞ്ഞു വെച്ച പഴത്തിനെ നമ്മൾ നേരെ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, വൃത്തിയായിട്ട്. അപ്പൊ ഞാൻ നേരെ തേങ്ങ പൊട്ടിച്ച് ചിരകാൻ പോട്ടെ. ഇതൊരു വിധം ആകുമ്പോഴേക്ക് തേങ്ങ റെഡിയാക്കണം. അപ്പൊ നമ്മൾ ഈ തേങ്ങന്റെ ഒരു പകുതി മതിയാവും കേട്ടോ, ഒരു മൂടിയുടെ പകുതി മതിയാവും കേട്ടോ. കാരണം മുഴുവനും വേണം, നമുക്ക് പഴം കുറവായതുകൊണ്ട് ഒരു അരമൂടി നമുക്ക് എടുക്കാം. മുഴുവൻ മൂടി വേണ്ട, കാരണം നമ്മൾ 2 വലിയ പഴവും ഒരു 2 ചെറിയ പഴവുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അരമൂടി തേങ്ങ നമ്മൾ ചിരകി എടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അരമൂടി തേങ്ങ എടുത്തിട്ട്, മുഴുവൻ മൂടി വേണ്ട ആവശ്യമില്ല, നമ്മൾ കുറച്ച് പഴം ഉള്ളതുകൊണ്ട് അരമൂടി എടുത്തിട്ട് ഇതാണ് നമ്മൾ തേങ്ങ ഇട്ട് നമ്മള് അപ്പൊ സുഹൃത്തുക്കളെ, ഇതേപോലത്തെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൊറേ ആയി. അപ്പൊ അതാണ്. അപ്പൊ അത് കൊറേ ആയി ഇട്ടിട്ട്. അപ്പൊ ഒന്നുകൂടി നമ്മൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി നമ്മൾ ഇതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ, കണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പൊ നമ്മൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതായത് മെയിൻ ആയിട്ടുള്ളത് പഴം, അത് കഴിഞ്ഞ് നമുക്ക് നെയ്യ് വേണം, പഞ്ചസാര ആവശ്യത്തിന് മതി. കാരണം നമ്മൾ മധുരം ഈ കുറവുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര യൂസ് ചെയ്താൽ മതി, അധികം പഞ്ചസാര യൂസ് ചെയ്യണമെന്നില്ല. ലേശം ചെറുതായിട്ട് ഇട്ട് കൊടുത്ത് ചെറിയൊരു മധുരം കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ തേങ്ങ നമ്മൾ കരുകി വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യണം. നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ. ഒരു ചെറിയൊരു ചുവപ്പ് കളർ കിട്ടുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? അതിനോട് നോക്കിയേ, അങ്ങനെയല്ലേ? പറയുമ്പോ ക്യാമറയ്ക്ക് നോക്കി സംസാരിച്ചാലേ നമുക്ക് കാണുന്നവർക്കും ഒരു ഇതുണ്ടാവുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഞാൻ മാത്രം സംസാരിച്ചിരിക്കുന്നു, നീ സംസാരിക്കുന്നില്ലെന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വേറെ ശ്രദ്ധയൊന്നുമില്ല. നമ്മളിപ്പോ ശ്രദ്ധ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ശ്രദ്ധ ഇവിടെ ഇത് എങ്ങനെയൊരു കരിയാതെ റെഡിയാക്കി എടുക്കണം. ആ ഒരു ശ്രദ്ധയിലാണ് ഇവിടുത്തെ പരിപാടി മുഴുവൻ. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ ഇത് മാത്രം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയാണ്, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ മൈൻഡ് ഒന്നുമില്ല. പഴം ഒരുവിധം വയറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയ ചോപ്പ് കളറൊക്കെ വന്നു തുടങ്ങി. നമ്മളിനിയിപ്പോ ഇതിലേക്ക് നേരെ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? തേങ്ങ ആഡ് ചെയ്യാൻ പോകുന്നത്. തേങ്ങയും കൂടി ഇളക്കിയാൽ
അപ്പോൾ നമ്മളതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കുക്കറി സോയകൾക്കിടയിൽ നമ്മുടെ ഒരു ചെറിയൊരു കൊച്ചു വീഡിയോ കേട്ടോ. നമ്മളെ വീടുകളിൽ അപ്പം നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന ചെറിയൊരു സ്നാക്സ് അല്ലേ, അത്രയേ ഉള്ളൂ. ഇതിന് വലിയ കാര്യമായിട്ടൊന്നും ആരും എടുക്കണ്ട, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ സൗകര്യമനുസരിച്ച് ഞാൻ പഴമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതെപ്പോൾ ഇപ്പോൾ 1 കിലോ പഴത്തിന് 40 രൂപയാണ് പറയാം. അപ്പോൾ ഈ 3 കിലോ 4 കിലോ ഒക്കെ 100 രൂപ പറയുന്ന സമയത്ത് നമുക്ക് എടുക്കാമല്ലോ. ഓക്കെ, അതെ, തേങ്ങയിട്ട് ഒരുവിധം ചൂടായി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. തേങ്ങ ഇട്ടു, അതൊന്ന് ചൂടായി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. ഇനി അതെ ഇങ്ങനെ എല്ലാം വേറെ വേറെ ആയിരിക്കുന്ന ഒരു പൊടി രൂപത്തിലാകുന്നു. ഒരുപാട് നമ്മൾ ഇളക്കി പൊടിയാക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം വെന്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മതി, ഒരുവിധമായി അല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പഴം കൊണ്ടുള്ള ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. ബൈ ബൈ. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ഓക്കെ ഓക്കെ ബൈ.